ആദരവിന്റെയും ബഹുമാനത്തിന്റെയും മാസമാണ് വിശുദ്ധമായ റമദാൻ. വിശുദ്ധിയുടെ നാളുകളിൽ പരിശുദ്ധമായ ചിന്തകൾ കൊണ്ട്, പരിശുദ്ധമായ കർമ്മങ്ങൾ കൊണ്ട് ഈമാനിന്റെ തിളക്കവും വെളിച്ചവും മാറ്റുകൂട്ടേണ്ട സമയസന്ദർഭങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. പരിശുദ്ധമായ മാസത്തിന്റെ ആദരവ് ബഹുമാനം കാത്തുസൂക്ഷിക്കാൻ വിശ്വാസികൾ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പണ്ഡിതൻ പറയുന്നു, ഞങ്ങളുടെ കാലത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ തീരെ നിസ്കരിക്കാറില്ല. എങ്കിലും റമദാൻ മാസം വന്നാൽ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ഭംഗിയാവുകയും നോമ്പെടുക്കുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അയാൾക്ക് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ ആ റമദാനിൽ അയാൾ ഖളാ വീട്ടുമായിരുന്നു. ഒരിക്കൽ ഇവിഷയത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അയാൾ നൽകിയ മറുപടി, ഇത് തൗബയുടെയും റഹ്മത്തിന്റെയും ബറക്കത്തിന്റെയൊക്കെ മാസമാണ്. ഒരുപക്ഷെ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് മാപ്പ് നൽകിയേക്കാം, വിട്ടുവീഴ്ച ചെയ്തേക്കാം. അയാൾ മരിച്ച ശേഷം ഞാൻ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. ചോദിച്ചു, അല്ലാഹു നിങ്ങളെ എന്താണ് ചെയ്തത്? റമദാനിനെ ആദരിച്ചതുകൊണ്ട് അല്ലാഹു എനിക്ക് പുറത്തു തന്നിരിക്കുന്നു.